ദിനവൃത്താന്തം 2-ാം പുസ്തകം അധ്യായം 16. ആസയുടെ വാഴ്ചയുടെ 36-ാം ആണ്ടിൽ ഇസ്രായേൽ രാജാവായ ബയെശ യെഹൂദയെ ആക്രമിച്ചു. യെഹൂദ രാജാവായ ആസയുടെ അടുക്കൽ ആരും വന്നു പോകാൻ സമ്മതിക്കാതെ റാമയെ പണിതു ഉറപ്പിച്ചു. അപ്പോൾ ആസ ദൈവാലയത്തിലെയും രാജഗൃഹത്തിലെയും ഭണ്ഡാരങ്ങളിൽ നിന്ന് വെള്ളിയും പൊന്നും എടുത്ത് ദമസ്കോസിൽ അറാം രാജാവായ ബെൻഹാദദിന് കൊടുത്തയച്ചു. എനിക്കും നിനക്കും എൻ്റെ പിതാവിനും നിന്റെ പിതാവിനും തമ്മിൽ സഖ്യമുണ്ടായിരുന്നല്ലോ. ഇതാ ഞാൻ നിനക്ക് വെള്ളിയും പൊന്നും കൊടുത്തയക്കുന്നു. ഇസ്രായേൽ രാജാവായ ബയെശ എന്നെ വിട്ടുപോകുവാനായി നീ ചെന്ന് അവനോടുള്ള നിന്റെ സഖ്യം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. ബെൻഹദദ് ആസ രാജാവിൻ്റെ വാക്കുകേട്ടു തൻ്റെ സേനാധിപന്മാരെ ഇസ്രായേൽ പട്ടണങ്ങൾക്ക് നേരെ അയച്ചു. അവർ ഈയോനും ദാനും ആബേൽമയീമും നഫ്താലിയുടെ സകല സംഭരണ നഗരങ്ങളും പിടിച്ചടക്കി. ബയെശ അത് കേട്ടപ്പോൾ റാമയെ പണിയുന്ന തൻ്റെ ജോലി നിർത്തിവെച്ചു. അപ്പോൾ ആസ രാജാവ് യഹൂദ്യരെ എല്ലാം കൂട്ടി ബയെശ പണിത റാമയുടെ കല്ലും തടിയും എടുത്തുകൊണ്ടുപോയി. അവൻ അവ കൊണ്ട് ഗേബയും മിസ്പയും പണിതുറപ്പിച്ചു. ആ കാലത്ത് പ്രവാചകനായ ഹനാനിയ യഹൂദ രാജാവായ ആസയുടെ അടുക്കൽ വന്ന് അവനോട്, നീ നിന്റെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കാതെ ആറാം രാജാവിൽ ആശ്രയിക്കയാൽ ആറാം രാജാവിൻ്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോകും. എത്യോപ്യരും ഇന്ത്യരും അനവധി രഥങ്ങളോടും കുതിരപ്പടയോടും കൂടിയ ഒരു മഹാസൈന്യമായിരുന്നില്ലേ? എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കൊണ്ട് അവൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടി തന്നിൽ വച്ചിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നീ ശക്തിപ്പെട്ട് തന്നോടുള്ള ഭക്തിയാൽ സമാധാനം പ്രാപിക്കുകയും അവൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ ഗ്രഹിക്കുക. ഭക്തിയാൽ സമാധാനം പ്രാപിക്കുക, അവൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ ഗ്രഹിക്കുക. ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം നടത്തുന്നത്. അപ്പോൾ ആസ പ്രവാചകനോട് കോപിച്ച് അവനെ കാരാഗൃഹത്തിലാക്കി. ഈ കാര്യം നിമിത്തം അവനോട് ഉഗ്രകോപമുണ്ടായി. എന്തെന്നാൽ അവൻ കാണാത്തത് പ്രസ്താവിക്കുകയും ജനത്തെ ഇളക്കുകയും ചെയ്തു. ആസ ജനത്തിൽ നിന്ന് ഓടിപ്പോയി. ആസയുടെ കാര്യങ്ങൾ മുഴുവനും യഹൂദയിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു. ആസയ്ക്ക് തൻ്റെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ കാലിൽ രോഗം ബാധിച്ചു. രോഗം കഠിനമായിരുന്നു. ആസ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. തൻ്റെ വാഴ്ചയുടെ 41-ാം ആണ്ടിൽ മരിച്ചു. ദാവീദിൻ്റെ നഗരത്തിൽ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. സുഗന്ധവർഗവും പലതരം പരിമള വസ്തുക്കളും നിറച്ചിരുന്ന ശയ്യമേൽ അവനെ കിടത്തുകയും അവനു വേണ്ടി എത്രയും വലിയൊരു യാഗം കഴിക്കുകയും ചെയ്തു. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.